ഈ സമരവുമായി മുന്നോട്ട് പോകുമ്പോഴും പോലീസ് അവരെ അപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ അത് തടയാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടത്തുന്നത്. ഇപ്പോഴും അവർ നടത്തുന്ന ശ്രമം ഇപ്പോൾ UDFന്റെ സെക്രട്ടറി CP ജോൺ ഈ സമരത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ സമരം നൂറുകണക്കിന് ദിവസമായിട്ട് നടക്കുന്ന സമരമാണ്. ഇത്തരത്തിൽ ഒരു വനിതാ മുന്നേറ്റ ജാഥയെ ജലപീരങ്കി ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന നാണം കെട്ട ഗവൺമെന്റ് അല്ലേ പിണറായി വിജയന്റെ ഗവൺമെന്റ്? ഈ ഭരിക്കുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആളുകളല്ലേ ആശാ വർക്കേഴ്സ്? അവരെയൊക്കെ ഒന്ന് കാണാൻ പോലും അനുവദിക്കില്ല. അവരെ തെരുവിൽ ഈ ചളിവെള്ളം അടിച്ച് അവരെ നശിപ്പിക്കുകയാണ്. അവർക്ക് ഇവരെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ കാണാനുള്ള അനുവാദം കൊടുക്കാം. പക്ഷെ ഇവിടെ നിർത്തി ഈ സ്ത്രീകളെ മുഴുവൻ ഇത്തരത്തിലുള്ള ചളിവെള്ളം അടിച്ച് നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതൊക്കെ CPM ഭരണത്തിന്റെ അന്ത്യം കുറിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണ്. മാസങ്ങളോളമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടന്ന സമരം ഒടുവിലാണ് വളരെ നേരത്തെ പ്രഖ്യാപിച്ച സമരവുമാണ്. മുഖ്യമന്ത്രി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച അനുവദിക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. സമരം പ്രഖ്യാപിച്ചിട്ട് എത്രയോ ദിവസമായി. പോലീസിനറിയില്ലേ ഈ സമരം പ്രഖ്യാപിച്ചിട്ട് എത്ര ദിവസമായി? ഇപ്പൊ ബാരിക്കേഡുകൾ ചാടിക്കിടക്കാണ് അവര്. എവിടെയാണ് ഗവൺമെന്റ്? അവർ കയറി കഴിഞ്ഞു. ബാരിക്കേഡുകൾ അതിജീവിച്ചുകൊണ്ട് ആശമാർ അകത്ത് കടന്നു കഴിഞ്ഞു. ഈ ഗവൺമെന്റ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അവരുമായി സംസാരിക്കാൻ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ആളുകളുണ്ടോ? ഒരു പോലീസ് ഓഫീസറുണ്ടോ? ഒരു IG നിലവാരത്തിലോ DIG നിലവാരത്തിലോ ആരെങ്കിലും ഉണ്ടോ? വെറും കോൺസ്റ്റബിൾമാരെ വെച്ചിട്ടാണോ ഈ സമരം നേരിടുന്നത്? എവിടെ ഉദ്യോഗസ്ഥന്മാര്? എവിടെ മന്ത്രിമാർ? ആരോഗ്യമന്ത്രിയുടെ ആൾക്കാരോട് അവര് അകത്ത് കയറി കഴിഞ്ഞു. വിജയകരമായ തരത്തിൽ ആശമാർ ക്ലിഫ് ഹൗസിന്റെ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് വനിതകളെ സംബന്ധിച്ചിടത്തോളം. UDF നേരത്തെ തന്നെ ഈ സമരത്തിന് സംഘർഷം കൂടുതൽ കനക്കുകയാണ്. ആശാപ്രവർത്തകരെ പോലീസുകാർ എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ CP ജോണാണ് സംസാരിച്ചത്. വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ജലപീരങ്കി പ്രയോഗം തുടർച്ചയായി നടന്നു. ഒടുക്കം ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ചാടിയ ആശാപ്രവർത്തകരെ പോലീസുകാർ ചേർന്ന് കൊണ്ടുപോവുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട് അവിടെ. അതിനൊപ്പം തന്നെയാണ് നേരത്തെ ജലപീരങ്കി പ്രയോഗവും നടന്നത്. സാന്ത്വന സാജുവും റോഷിപാലും ചേരുന്നുണ്ട്. റോഷിപാലിലേക്ക് പോവുകയാണ്. റോഷിപാൽ, ബാരിക്കേഡ് മറികടന്ന് ചാടിയവരെയാണോ പോലീസ് ഇപ്പോൾ നീക്കുന്നത്? റോഷി, ബാരിക്കേഡ് മറികടന്ന ആശാപ്രവർത്തകരാണ്. ആശാപ്രവർത്തകരുടെ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ മിനി ഉൾപ്പെടെയുള്ളവരാണ് ഈ ബാരിക്കേഡ് മറികടന്ന്. അവരെയാണ് ഇപ്പോൾ കസ്റ്റഡി എടുക്കുന്ന പോലീസ്. വളരെ നേരത്തെ തുടങ്ങിയ സമരം, ഏതാണ്ട് 4.5 മണിക്കൂർ പിന്നിട്ട സമരമാണ്. ഇതവർ ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് കാണുന്നത്. മാസങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിച്ച സമരം, അതിന്റെ ഭാഗമായി കേരള യാത്ര നടത്തി. ഈ സമരം ഇപ്പോഴും തുടരുന്നു. മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് പോലീസ് മണിക്കൂറുകളായി ഇവരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിക്കുന്നു. ആ ജലപീരങ്കിയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ ഇപ്പോഴും സമരം തുടരുന്നു. അപ്പുറത്ത് പ്രധാന നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ കസ്റ്റഡിയിലാകുമ്പോഴും അവർ സമരം അവസാനിപ്പിക്കാതെ മറ്റ് ആശാപ്രവർത്തകർ ബാരിക്കേഡിന് ഇപ്പുറത്ത് സമരം തുടരുകയാണ്. പലരും ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്. ഏതായാലും വലിയ ഒരു പോരാട്ടത്തിലേക്ക് അവർ ഇറങ്ങിയതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെയൊരു ക്ലിഫ് ഹൗസ് മാർച്ച് സംഘടിപ്പിച്ചത്. കനത്ത മഴയൊക്കെ അവഗണിച്ചത് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുറെ പേർ ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ പ്രതിഷേധിക്കുന്നുണ്ട്. അവരൊക്കെ മറികടക്കാനുള്ള ശ്രമമാണ്. കാരണം ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അനുവാദമാണ് ആശാപ്രവർത്തകർ അങ്ങനെ ഉയർത്തിയത്. അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ തങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്ന ആവശ്യമാണ് ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതും പോലീസ് അംഗീകരിച്ചില്ല. ഒടുവിൽ ഈ ആശാപ്രവർത്തകർ ഒന്നാകെ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോഴും അവർ ബാരിക്കേഡിന് മുകളിൽ നിന്ന് മറ്റുള്ള ആശാപ്രവർത്തകർക്ക് ഇപ്പോൾ റോഡിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ്. കനത്ത മഴയുണ്ട് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസ് പരിസരത്ത്. ആകെ മഴ ശക്തമായി പെയ്യുകയാണ്. മഴയൊക്കെ അവഗണിക്കുന്നു. കാറ്റും മഴയുമുണ്ട്. ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അവരിപ്പോഴും സമരം തുടരുകയാണ്. റോഷ്നി, അതാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. അതുപോലും സർക്കാർ പരിഗണിക്കുന്നില്ലെന്നാണ് പ്രതിഷേധിക്കുന്ന ആശാപ്രവർത്തകർ പറയുന്നത്. സാന്ത്വന സാജു കൂടി ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. സാന്ത്വന, ഈ പ്രതിഷേധം ഇങ്ങനെ പോയാൽ ഇതിപ്പോഴൊന്നും അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ?
റോഷ്നി, ഈ പ്രതിഷേധം ഇങ്ങനെ പോയാൽ ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർക്ക് ഇത് അവസാനിപ്പിക്കാനാണെങ്കിൽ വന്ന സമയത്ത് തന്നെ ഒരു മാർച്ചായി വന്ന ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഇത് അവസാനിപ്പിച്ച് പോകാമായിരുന്നു. പക്ഷേ ഇവരുടെ ലക്ഷ്യം അങ്ങനെ വെറുതെ ഒരു സമരം നടത്തി അങ്ങ് അവസാനിപ്പിച്ച് പോകലല്ല. അത് ഇന്നും ഇന്നലെയും ഇവർ പറഞ്ഞതല്ല. ഈ അടുത്ത ഘട്ട സമരം, അതായത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ദിവസം തന്നെ അവർ പറഞ്ഞ കാര്യമാണ്. അവിടെ പോകും മുഖ്യമന്ത്രി. ഞാൻ റോഷിവാലിലേക്ക് കൂടി പോകുന്നു. റോഷിവാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സർക്കാർ അതുപോലും പരിഗണിക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. നോക്കൂ, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സമയമാണ്. ഇവരുന്നയിക്കുന്ന പരാതിപ്പെടുന്ന കാര്യങ്ങളിൽ എന്തിനെങ്കിലും സർക്കാർ മുൻകൈയെടുത്ത് കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന പ്രതീക്ഷ ഇവർക്കുണ്ടോ? ആശാപ്രവർത്തകർ ഈ ഉയർത്തിയ ആവശ്യങ്ങൾ അതൊന്നും പരിഗണിക്കില്ല എന്ന് മാത്രമല്ല, ചർച്ച പോലും നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും കേരളപ്പിറവി ദിനത്തിൽ നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. ആ സഭാ സമ്മേളനത്തിൽ ആശാപ്രവർത്തകരുടെ ഓണറേറിയം കൂട്ടും എന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇതിനൊക്കെ ഒരു ചർച്ച വേണം. ആ ചർച്ചയ്ക്ക് തങ്ങളുടെ പരാതി മുഖ്യമന്ത്രി കേൾക്കണം എന്നീ ആവശ്യങ്ങളാണ് അവർ ഉയർത്തുന്നത്. കാരണം മാസങ്ങളായി സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന അനിശ്ചിതകാല സമരമാണ് അത്. റിലേ പോലെയുള്ള ഒരു സമരം അവിടെ തുടരുമ്പോൾ ആ സമരവുമായി ബന്ധപ്പെട്ട് സമരം ഒത്തുതീർക്കാനുള്ള ചർച്ചകൾ അത് സർക്കാർ തയ്യാറാകുന്നില്ല. ഉന്നയിച്ച ആവശ്യങ്ങൾ ഒന്നും പരിഗണിക്കുന്നില്ല എന്നടക്കമുള്ള പരാതികളാണ് അവർ ഉയർത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ ഒരു വാഹന പ്രചരണ ജാഥ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചത്. അന്ന് പ്രഖ്യാപിച്ചതാണ് ആ വാഹന പ്രചാരണ ജാഥ ഈ സമരപ്രഖ്യാപന ജാഥയായിരുന്നു. ഇനി ഇതുപോലെ ആയിരിക്കില്ല സമരമെന്ന് അന്ന് ആശാപ്രവർത്തകർ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലിഫ് ഹൗസ് മാർച്ച് സ്വാഭാവികമായും ഈ നിലയിലേക്ക് ഒരു സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടാകുമെന്ന് പോലീസിന് മുൻകൂട്ടി അറിയാമായിരുന്നു. പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ച് അവർ ജലപീരങ്കിയൊക്കെ അതിജീവിച്ചുകൊണ്ട് സമരം ഇവിടെ തുടരുന്ന കാഴ്ച അത് 4.5 മണിക്കൂർ പിന്നിടുകയാണ് ആശാപ്രവർത്തകരുടെ ഈ ക്ലിഫ് ഹൗസിന് മുന്നിലുള്ള സമരം. ഈ ആശാപ്രവർത്തകർ ഒന്നാകെ ഈ കുത്തിയൊലിക്കുന്ന മഴയിൽ നിന്ന് സമരം നടത്തുന്ന കാഴ്ചയാണ്. ബാരിക്കേഡിന് മുകളിലൊക്കെ ഏതാണ്ട് 10 പേർ അടങ്ങിയ സംഘം അവർ തുടങ്ങിയ സമരം അത് ഏതാണ്ട് 4.5 മണിക്കൂർ ഭക്ഷണം പോലും കഴിക്കാതെ അവർ സമരം തുടരുകയാണ്. ഈ മഴ കുത്തിയൊലിക്കുന്ന മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ നടത്തുന്ന സമരം ഏതാണ്ട് 4.5 മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസിന് ഈ സമരം നടത്തുന്ന ആശാപ്രവർത്തകരെ ഇവിടെ നിന്ന് പിരിച്ചുവിടാൻ സാധിക്കുന്നില്ല. അവരെ കസ്റ്റഡി എടുക്കാൻ തയ്യാറല്ല എന്ന് പോലീസ് അറിയിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് ആശാപ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും ഈ മഴ തുടരുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ആശാപ്രവർത്തകർ ഈ മഴയത്ത് തണുപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ആശാപ്രവർത്തകരുടെ വാഹനം, ആ വാഹനത്തിൽ നിന്ന് മൈക്ക് കസ്റ്റഡിയിലെടുക്കുകയാണ്. വീണ്ടും ഇവിടെ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടാകുന്നു. ഇപ്പോൾ ആശാപ്രവർത്തകരുടെ സമരത്തിൽ പങ്കെടുത്ത മൈക്ക് ഇപ്പോൾ വാഹനത്തിൽ മൈക്ക് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. മൈക്ക് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമമാണ്. അത് തടയാൻ വേണ്ടിയാണ് ആശാപ്രവർത്തകർ അതിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. സമരത്തിനെതിരെയുള്ള പോലീസിന്റെ നടപടി അവർ ശക്തമാക്കുന്ന കാഴ്ചകളാണ്. നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ ആശാപ്രവർത്തകർക്ക് മുദ്രാവാക്യം വിളിക്കാൻ അവർ ഉപയോഗിക്കുന്ന മൈക്ക് അത് കസ്റ്റഡിയിലെടുക്കുന്നു. അത് കസ്റ്റഡിയിലെടുക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഈ സമരം പിരിച്ചുവിടാൻ മറ്റു മാർഗങ്ങളില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തി ഈ മൈക്ക് കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നത്. അത് തടയാൻ വേണ്ടി ആശാപ്രവർത്തകർ ഒന്നാകെ ഈ മൈക്ക് ഘടിപ്പിച്ച വാഹനത്തിന്റെ പരിസരത്തേക്ക്. സാന്ത്വന സാജുമാണ് അവിടുന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. പ്രതിഷേധം കനത്തിരിക്കുകയാണ്. തലസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ പ്രതിഷേധം തുടരുന്നു. കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ